ശരി, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഇന്നലെ നമ്മളൊക്കെ കണ്ട തമിഴ്നാട് തിരുപ്പുറംകുன்றത്തെ ആ ഒരു സാഹചര്യം ഒന്ന് നോക്കൂ. നമുക്ക് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കാൻ പോലും കഴിയില്ല എന്നത് എത്രത്തോളം വലിയ ദൗർഭാഗ്യകരമായ സാഹചര്യമാണെന്ന് നോക്കൂ. തിരുപ്പുറംകുன்றம் കാർത്തിക ദീപം തെളിയിക്കാൻ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് അത് തടുക്കുക മാത്രമല്ല, മധുര ഹൈക്കോടതി കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചു അത് അവിടെ തെളിയിക്കട്ടെ എന്ന് നിർണായകമായ വിധി പുറപ്പെടുവിച്ചു. അതിനുശേഷവും പോലീസിൻ്റെ സന്നാഹം കൊണ്ടുവരിക, സംഘർഷ സാധ്യതയുണ്ടെന്ന് പറയുക, അതിന് ഈ ഹൈക്കോടതി വിധിക്ക് എതിരെ നേരെ സുപ്രീം കോടതിയിലേക്ക് പോവുക. എന്താണ് ഈ സ്റ്റാലിൻ ചെയ്യുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഇതിൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണ് തമിഴ്നാട് സർക്കാരിൻ്റെ വാദം. അതായത് ദീപം തെളിയിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട സമാധാനപരമായി ചെയ്ത് അനുവർത്തിച്ചു പോകുന്ന ഒരു അനുഷ്ഠാനം, അതിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ, സ്റ്റാലിൻ സർക്കാരിൻ്റെ വാദം. ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ വിഷയത്തിൽ ഇന്ന് എത്രത്തോളം നിർണായകമാണ്? ശ്യാമ, സനാതനധർമ്മം മലേറിയയും മറ്റും പോലെയാണ് എന്ന് പറഞ്ഞ മന്ത്രിയുള്ള നാട്ടിൽ സനാതനധർമ്മത്തെ വേരറുപ്പും എന്ന് പറഞ്ഞ സ്റ്റാലിൻ്റെ മകനുള്ള ഉപമുഖ്യമന്ത്രിയുള്ള തമിഴ്നാട്ടിൽ തിരുപ്പുറംകുன்றത്തിൽ എന്നല്ല എങ്ങും ഹിന്ദു വിശ്വാസങ്ങൾ പിന്തുടരാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് സ്റ്റാലിൻ ഒരിക്കൽ കൂടി. ഒരുപക്ഷെ ശബരിമലയിൽ നമ്മൾ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിൽ നടപ്പാക്കിയ ആചാരവിശ്വാസങ്ങൾക്കെതിരായ നീക്കങ്ങൾ, ആ ഒരു നീക്കത്തിന് തുല്യമായാണ് തമിഴ്നാട്ടിലും ഇപ്പോൾ സ്റ്റാലിൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴിതാ സ്റ്റാലിൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീലുമായി എത്തിയിരിക്കുന്നു. തിരുപ്പുറംകുன்றம் മലമുകളിൽ തൃക്കാർത്തികയുടെ ഭാഗമായുള്ള ദീപം തെളിയിക്കാൻ അനുവദിക്കാൻ സാധിക്കില്ല എന്നതാണ് അവർ പറയുന്നത്. അവിടെ വലിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് തമിഴ്നാട് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നതും. മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിന് കാണാൻ കഴിയാത്ത സംഘർഷ സാധ്യതയാണ് അവിടെ ഉള്ളത് എന്ന് സ്റ്റാലിൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളതും. പ്രധാനപ്പെട്ട കാര്യം, ഈ 3-ാം തീയതിയായിരുന്നു ഈ തൃക്കാർത്തിക ദീപം തെളിയിക്കേണ്ട ഒരു ചടങ്ങ് നടക്കേണ്ട ദിവസം ഉണ്ടായിരുന്നത്. ഈ സമയമൊക്കെ തന്നെ കഴിഞ്ഞിരിക്കുന്നു. അന്നത് നടത്താൻ സമ്മതിക്കില്ല എന്ന് സ്റ്റാലിൻ തീരുമാനിച്ചുറപ്പിച്ച് അത് നടത്താൻ അനുവദിച്ചില്ല. മാത്രമല്ല, ഇതിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് 1800-കൾ മുതൽ തുടർന്നു പോരുന്നതാണ് തിരുപ്പുറംകുன்றம் മലമുകളിലെ ഈ കാർത്തിക ദീപം തെളിയിക്കൽ. അതിനുശേഷമാണ് അവിടെ ഒരു ദർഗയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ ഉടലെടുക്കുന്നത്. സ്വാഭാവികമായും എല്ലായിടത്തും ഉള്ളതുപോലെയുള്ള പ്രശ്നങ്ങളാണ് അവിടെയും ഉടലെടുത്തത്. തുടർച്ചയായി ആദ്യം ഹൈക്കോടതി മധുരൈ ബെഞ്ച് പറയുന്നു അവിടെ ദീപം തെളിയിക്കാൻ അവസരം നൽകണം എന്നുള്ളത്. പക്ഷേ അത് കേൾക്കാൻ തമിഴ്നാട് തയ്യാറായില്ല. തുടർന്ന് കോടതിയലക്ഷ്യ നടപടിയുമായി ഹർജിക്കാരൻ പോവുകയും ഉടനടി അതിന് നടപടി സ്വീകരിക്കണമെന്നും രാത്രിയിൽ തന്നെ ഈ കേസ് വീണ്ടും പരിഗണിക്കും എന്നും തമിഴ്നാട് ഹൈക്കോടതിയുടെ മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഉത്തരവുമായി ചെല്ലുമ്പോഴും അവിടുത്തെ കമ്മീഷണർ പറയുന്നത് ഇതാണ്: ഈ കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ അനുവദിക്കില്ല, അതിൽ വരുന്ന എന്ത് അലക്ഷ്യവും എന്ത് കോൺസിക്വൻസസും ഞാൻ നോക്കിക്കോളാം എന്നാണ് അവിടുത്തെ കമ്മീഷണർ പറയുന്നത്. അതായത് മുകളിൽ നിന്നുള്ള ഉത്തരവ് കിട്ടാതെ ഹൈക്കോടതി ജഡ്ജ് ഇറക്കിയ ഒരു ഉത്തരവ് പോലും തള്ളിക്കളയാൻ ഒരു ഉദ്യോഗസ്ഥനും എന്തായാലും ഒന്ന് ഭയക്കും. പക്ഷേ മുകളിൽ നിന്നും അത്ര കർശനമായ നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. അതായത് തമിഴ്നാട്ടിൽ ഇനി മുതൽ സനാതനധർമ്മ വിശ്വാസവും ഹിന്ദു വിശ്വാസവും ആചരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് സ്റ്റാലിൻ എടുത്തിട്ടുള്ളത്. ഓർക്കേണ്ടത്, സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയാണ്. അയാളാണ് പറഞ്ഞത് സനാതനധർമ്മത്തെ വേരറുപ്പവും എന്ന് പറഞ്ഞത് അയാളാണ്. അതിനെ മലേറിയയോടും സനാതനധർമ്മത്തെ മലേറിയയോടും ഗുരുതരമായ സാംക്രമിക രോഗങ്ങളോടും ഉപമിച്ചതും ഈ സ്റ്റാലിൻ്റെ മകനാണ്. അതിനാൽ അവരുടെ നിലപാടെന്തായിരിക്കും എന്ന് ഓർക്കാവുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ് തമിഴ്നാട്ടിൽ. ഒരുപക്ഷെ സ്റ്റാലിന് അവരുടെ വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളിൽ ചില നിലപാടുകൾ ഉണ്ടായേക്കാം. ആ വോട്ട് ബാങ്ക് സംരക്ഷിക്കാനുള്ള നീക്കമായിരിക്കാം സ്റ്റാലിൻ നടത്തുന്നത്. എന്തായാലും അവിടുത്തെ ഹിന്ദുക്കളുടെ സ്ഥിതി പരിതാപകരം എന്നേ പറയാൻ സാധിക്കൂ. കാർത്തിക ദീപം തെളിയിക്കാൻ കഴിയുമോ? സ്റ്റാലിന് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണാം. യെസ്, തീർച്ചയായും ശ്രീകാന്ത്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.